എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നലെ നമ്മൾ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. ഇന്ന് ബാക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. അതേപോലെ കൽപ്പാക്കം, കൂടംകുളം തുടങ്ങിയവ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൈഗ ആണവോർജ നിലയം കർണാടകയിലാണ്. നറോറ UPയിലാണ്. കക്രപ്പാറ ഗുജറാത്തിലാണ്. അതേപോലെ റാവത്ത് ഭട്ട് രാജസ്ഥാനിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കൽക്കരി. കൽക്കരി, പെട്രോള് തുടങ്ങിയവയൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. എങ്കിൽ ഭൂമിയിൽ നാച്ചുറലായിട്ടുള്ളതൊക്കെ ഏതിന് ഉദാഹരണമാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. സൗരോർജമാണെങ്കിലും വേലിയോർജമാണെങ്കിലും ജൈവവാതകമാണെങ്കിലും ഇതെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, വേലിയോർജം, ജൈവവാതകം തുടങ്ങിയവ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ. ക്വസ്റ്റ്യൻ നമ്പർ 18. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണ് വിശ്വേശ്വരയ്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അതേപോലെ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡിഗ്ബോയ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിഗ്ബോയ് ആണ്. എങ്കിൽ ഏറ്റവും വലിയത് ഏതാണ്? ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് ചോദിച്ചാൽ അത് മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അതേപോലെ നെയ്വേലി എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? ലിഗ്നൈറ്റിന് പ്രശസ്തമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് നെയ്വേലി. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജാറിയ ആണ്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ആണ്. ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. എങ്കിൽ ആദ്യത്തെ കൽക്കരിപ്പാടം ഏതാണ്? അത് റാണിഗഞ്ച് ആണ്. അത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. എങ്കിൽ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഉത്തര മഹാസമതലമാണ്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ധാതുക്കളുടെ കലവറ എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയും ധാന്യ കലവറ എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഉത്തര മഹാസമതലവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഇതാണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമുക്ക് സമത്വത്തിനുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണ്? നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇതെല്ലാം സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പാർട്ട് 4A.
മൗലിക കർത്തവ്യങ്ങൾ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം ചോദിച്ചാൽ 4A ആണ്, ആർട്ടിക്കിൾ ആണെങ്കിൽ 51A ആണ്. ഇനി എവിടെ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത്? അത് റഷ്യയിൽ നിന്നാണ്. ഇനി പാർട്ട് 4 ആണെങ്കിൽ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, അതായത് നിർദ്ദേശക തത്വങ്ങളാണ് പാർട്ട് 4 വരുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ. അതേപോലെ പാർട്ട് 5 പ്രതിപാദിച്ചിരിക്കുന്നത് യൂണിയനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ്. ഭാഗം 5 പ്രതിപാദിച്ചിരിക്കുന്നത് യൂണിയനെ കുറിച്ചിട്ടാണ്. ഇതുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെള്ള. അപ്പോൾ വെള്ള നിറം പ്രതിനിധീകരിക്കുന്നത് സമാധാനത്തെയും സമത്വത്തെയുമാണ്. അപ്പോൾ കുങ്കുമ നിറം പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണ്? ധൈര്യവും ത്യാഗവും. പച്ച നിറമാണെങ്കിൽ സമൃദ്ധിയെയും അശോകചക്രമാണെങ്കിൽ ധർമ്മ നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിന്ദി. ദേശീയ ഗാനം രചിച്ചിട്ടുള്ള ഭാഷ ഏതാണ്? അത് ബംഗാളിയാണ്. ദേശീയ ഗാനമാണെങ്കിലും ദേശീയ ഗീതമാണെങ്കിലും രചിച്ചിട്ടുള്ള ഭാഷ ബംഗാളിയാണ്. അതേപോലെ ദേശീയഗാനം രചിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏത് കൃതിയിൽ നിന്നാണ്? ഭാരത ഭാഗ്യവിധാത എന്ന കൃതിയിൽ നിന്നാണ്. അതേപോലെ തന്നെ ദേശീയ ഗാനത്തെയും ഗീതത്തെയും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി എന്നാണ്? 1950 ജനുവരി 24 ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യയുടെ ദേശീയ ഗീതം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷയും ഏതു തന്നെയാണ്? ബംഗാളി തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച തീയതി എന്നാണ്? അതും 1950 ജനുവരി 24 തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1993. ദേശീയ വനിതാ കമ്മീഷൻ ആണെങ്കിൽ 1992 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ട ഡേറ്റ് ആണ് 1998. ക്വസ്റ്റ്യൻ നമ്പർ 27. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 അതേപോലെ തന്നെ വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇതെവിടുത്തെയാണ്? രാജസ്ഥാനിലെയാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ്. അടുത്ത പ്രസ്താവന എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ എന്നീ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താൻ പാടില്ല. വെളിപ്പെടുത്താവുന്നതാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ വെളിപ്പെടുത്താൻ പാടില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 10ൽ കൂടാത്ത അംഗങ്ങൾ എന്ന് വേണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. വിവരാവകാശ കമ്മീഷൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 ലോകത്തിൽ ആദ്യമായി വിവരാവകാശം പാസാക്കിയത് സ്വീഡനിലാണ്. ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാട്ടിലാണ്. വിവരാവകാശ നിയമം ആദ്യമായി ലോകത്തിൽ നടപ്പിലാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാടാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 28. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. മതത്തെ നിഷേധിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 29. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1955. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1955 ജൂൺ 1 നിലവിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഈ 2023 തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 31. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. അതായത് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. 1923 മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടിയിട്ടാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. ഈ സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു CR ദാസ്, സെക്രട്ടറി ആയിരുന്നു മോത്തിലാൽ നെഹ്റു. അടുത്തത് എന്താണ്? രണ്ടാമത്തെ പ്രസ്താവന കറക്റ്റ് ആയിട്ടുള്ളതാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. അതായത് HSRA എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഭഗത് സിംഗ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗത് സിംഗും ബഹുദേശർ ദത്തും ചേർന്നിട്ടാണ് സെൻട്രൽ അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 32. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. എന്താണ്? കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ശരിയായിട്ടുള്ളത് കൂടി നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അതും ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ. രണ്ടാമത്തെ പ്രസ്താവനയിൽ ഈ പാർട്ടികളൊന്നും, അതായത് മുസ്ലിം ലീഗ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണെങ്കിലും ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചിട്ടില്ല. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അതായത് ആ ദൗത്യ സംഘം ഏതായിരുന്നു? ക്രിപ്സ് മിഷൻ ആയിരുന്നു. ക്രിപ്സ് മിഷനെ 1942 ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ 1942 ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ച ഒരേ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 33. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. എന്താണ്? നൈ തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നൈ തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് ആരാണ്? അത് ഗാന്ധിജിയാണ്. എന്നാണ്? 1937 നൈ തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി ആസൂത്രണം ചെയ്തത്. എന്താണ് ഈ പദ്ധതി? അപ്പോൾ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്നതാണ് നൈ തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി നമുക്ക് മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കൂടി നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ
ശരിയായിട്ടുള്ളതും കൂടി പഠിച്ചു വെക്കണം. തെറ്റായിട്ടുള്ളതിൻ്റെ ശരി ഏതാണെന്ന് കൂടി പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 34. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അതായത് സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നു, വർഗീയ ലഹളയുണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ഉണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. പക്ഷേ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളും ഫ്രഞ്ച് അധീന പ്രദേശങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളും ഫ്രഞ്ച് അധീന പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പോർച്ചുഗീസ് കോളനികളായിരുന്നു ഗോവയും ദാമൻ ആൻഡ് ദിയും. പോർച്ചുഗീസ് കോളനികളായിരുന്നു ഗോവയും ദാമൻ ആൻഡ് ദിയും. ഇതിന് മോചിപ്പിച്ചതെന്നാണ് 1961 ഗോവ വിമോചനം. ഇതിനെ ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഫ്രഞ്ച് അധീന കോളനികളായിരുന്നു ജൂനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ഇതിനെ മോചിപ്പിച്ചത് 1954. താങ്ക് യു.